കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചുമതലപ്പെടുത്തി. മകളുടെ ആത്മഹത്യയ്ക്ക് കാരണം 5 കൊല്ലമായി ശമ്പളം ലഭിക്കാത്തതാണെന്ന് അലീനയുടെ പിതാവ് അല്പം മുമ്പ് 24-നോട് പറഞ്ഞിരുന്നു. അവർക്ക് അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് വിശദീകരിച്ചാൽ വീഴ്ച ഉണ്ടായത് വേണമെങ്കിൽ രേഖാമൂലം ഞാൻ തരാം. പക്ഷേ ഞാനൊരു പ്രതികാരത്തിനും അവരോടില്ല. കാരണം അവർ ശക്തരാണ്. ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിന്ന് പരിഗണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ശമ്പളം പറയുന്നത് അവർ ഓഫീസിലും ഡി ഓഫീസിലും പോയി ഫയലൊക്കെ പാസ്സായി വരണം. അവിടെ ചെല്ലുമ്പം പറയും കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, സ്കൂളിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, അങ്ങനെയുള്ള കാരണങ്ങളാണ്. ഇല്ല, ഞാനൊന്നിനും ഒരു നടപടിക്കും മുന്നോട്ട് പോകുന്നില്ല. എനിക്കും എൻ്റെ മാള് നഷ്ടപ്പെട്ടു. അതിന് പകരം വെക്കാനൊന്നും കിട്ടുന്നില്ല. ഞാനൊരു പ്രതികാരത്തിനും പോകുന്നില്ല. അലീനയുടെ പിതാവ് ബെന്നി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്സഹായത അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും വാക്കുകളിലും ഒക്കെ പ്രകടമാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തട്ടെ. കാരണം ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വളരെ ഗൗരവതരമാണ്. ഒരു ആത്മഹത്യയിലേക്ക് ഈ 5 കൊല്ലമായി ശമ്പളം മുടങ്ങിയത് വഴിതെളിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഭാഗത്തുണ്ടായ അലംഭാവം തന്നെയാണ്. അലീനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരും. മിഥില, പറയൂ. സ്കാൻ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് താമരശ്ശേരി പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിക്കും. നിലവിൽ 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. 2 മണിയോടെ ഇവിടെ നിന്നും മൃതദേഹം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തക്ക രീതിയിലാണിപ്പോൾ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അലീനയുടെ അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. 5 വർഷം ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്തു, അതിലുള്ള ഒരു മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് പറയുന്ന ഒരു കാര്യം എന്നത് മാനേജ്മെൻറ്റ് സർക്കാരിനെയാണ് പഴിചാരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവമാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. ശിവൻകുട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ഇതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അക്ഷരാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അന്വേഷണത്തിൽ കൂടിയായിരിക്കും ഇത്തരത്തിൽ ആരുടെ ഭാഗത്താണ് ശരി, അതായത് മാനേജ്മെൻറ്റ് പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണോ അലംഭാവം ഉണ്ടായിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ എന്ത് തന്നെയാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിലിപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ. താങ്ക് യു.